Guruji, I'm an Ayurveda practitioner, and whenever we do any chikitsa on the body in Ayurveda, we follow something called pathya, which is specific diet and lifestyle regimen. Do we have similar pathya in Kalari Marma chikitsa as well? പഥ്യം എന്ന് പറയുന്നത് ആചരിക്കേണ്ടത് മരുന്നിനല്ല, ആ രോഗിക്കാണ്. തെറ്റായിട്ടുള്ള ജീവിത രീതിയിലൂടെയാണ് ഭൂരിഭാഗം അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ആ അസുഖങ്ങൾ മാറണമെങ്കിൽ നല്ല ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അപ്പോൾ അത് നമ്മളെ ദുശ്ശീലങ്ങളെ ആദ്യം തന്നെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണം. പ്രത്യേകിച്ച് മദ്യപാനം, മയക്കുമരുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, പുകവലി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദുശ്ശീലങ്ങൾ എന്തുണ്ടോ അതെല്ലാം പൂർണ്ണമായിട്ടും നമ്മൾ നീക്കം ചെയ്യണം. അതുപോലെ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം എന്ന് പറയും. അവിടെ എന്താ അതിൻ്റെ കാരണം എന്നുണ്ടെങ്കിൽ, ഏതൊരു ജീവിയും അത് ചത്തു കഴിയുമ്പോൾ ശവമാണത്. ഈ ശവം നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മളിലെ ചൈതന്യം കെട്ടടങ്ങും. നമ്മൾ ഈ കാണുന്ന സ്ഥൂല ശരീരത്തിന് പുറമെ സൂക്ഷ്മ ശരീരത്തെ കൂടി ഉത്തേജിപ്പിച്ചാലേ അസുഖങ്ങൾ മാറുള്ളൂ. അല്ലാതെ ഈ കാണുന്ന സ്ഥൂല ശരീരത്തിൽ മാത്രം എന്തെങ്കിലും ചെയ്തുകൊണ്ട് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അങ്ങനെ മാറണമെങ്കിൽ ഈ പറയുന്ന ശവം ഉള്ളിൽ ചെല്ലാതിരിക്കണം, നമ്മളിലെ ചൈതന്യം വർദ്ധിക്കണം. അത്തരത്തിൽ പഥ്യം ആചരിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല ഒരു റിസൾട്ട് ഈ ചികിത്സയിൽ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ പറയുന്നത്, നമുക്ക് പകൽ ഉറങ്ങരുത്, പിത്തം അധികരിക്കും. അതുപോലെ ഒരുപാട് നമ്മൾ അധ്വാനമുള്ള പണികളിൽ ഏർപ്പെടാതിരിക്കുക, അങ്ങനെ രാത്രി ഉറക്കം കളയാതിരിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഉച്ചവെയിൽ കൊള്ളരുത്. അങ്ങനെ പല കുറച്ച് പഥ്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ പാലിക്കേണ്ട. അതുപോലെ സ്ത്രീ പുരുഷ ബന്ധം, ഇതൊക്കെ നിർബന്ധമായിട്ടും പാലിക്കേണ്ട പഥ്യങ്ങളാണ്. ഇത് പാലിച്ചാൽ മാത്രമാണ് ഒരു കളരി ചികിത്സ നടത്തുന്ന വ്യക്തിക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് അവനവൻ്റെ ശരീരത്തിനാണ് എന്നുള്ള ബോധത്തോടു കൂടി ഈ ചികിത്സയെ സമീപിച്ചാൽ പഥ്യമൊന്നും ഒരു പ്രശ്നമായിട്ട് മാറില്ല. അങ്ങനെ അത് കൃത്യമായിട്ട് പാലിച്ചാൽ നല്ല ആരോഗ്യത്തോടു കൂടി ഒരുപാട് കാലം ദീർഘായുസ്സോടു കൂടി ജീവിക്കാം.